ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ട പോലെ ഒരു 3 ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ ഒരു ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഞാൻ പറഞ്ഞ പോലെ 11:55 സോറി 11 12:55 ട്രെയിന്. ഞങ്ങളൊരു 11:15 ആയപ്പോഴേക്കും എത്തി. അവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ടിക്കറ്റും എല്ലാം ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. 3 ടിക്കറ്റ് ഉണ്ടായിരുന്നു. സ്ഥലം മാറണമായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞങ്ങൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പം ഞങ്ങൾക്ക് 2 പേർക്കായിരുന്നു പ്രശ്നം. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും വേറൊരു കോച്ചിലാണ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ 12 അവിടുന്ന് തന്നെ കൊച്ചുവേളിയിൽ നിന്ന് തന്നെ എടുക്കുന്ന ട്രെയിൻ ആയതുകൊണ്ട് കറക്റ്റായിരുന്നു കേട്ടോ. ടൈമൊക്കെ നല്ല കറക്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കയറി കുറച്ച് നേരം ഇരുന്ന് ഞാനും നീനും കൂടി ഇരുന്ന് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഉറങ്ങി. ഏകദേശം ഒരു 1:30 ആയപ്പോഴേക്കും ഞങ്ങൾ കിടന്നിട്ട് ഞങ്ങൾക്ക് നെക്സ്റ്റ് എത്തുന്നത് കോഴിക്കോട് എത്തുമ്പോഴേക്കും ഞങ്ങൾക്ക് അടുത്ത ബോഗിൽ പോകണമല്ലോ. അപ്പം അവിടെ എത്തുന്നത് 7:10 കാണിച്ചത്. അപ്പം ഞാൻ അവിടെ 6:30 ആയപ്പോൾ അലാമൊക്കെ വെച്ച് എഴുന്നേറ്റിട്ട് കോഴിക്കോട് എത്തിയപ്പോഴേക്കും ഞങ്ങൾ അടുത്ത ബോഗിലോട്ട് പോയി. അപ്പം കോഴിക്കോട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് സാഗറിന്ന് ഞങ്ങൾ അപ്പം, 2 എഗ് കറി, പിന്നെ ഒരു കടലക്കറി. ഇതായിരുന്നു കേട്ടോ. എനിക്കറിയില്ല എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അറിയാം ഓരോ ഫുഡിനും. ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ കടലക്കറി വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഞാൻ ഇതിന് തലേന്ന് ഞാൻ മറ്റേ വീഡിയോയിൽ കാണുമ്പോൾ അറിയാം, അവിടെ ഞാൻ ഇടിയപ്പവും കടലക്കറിയും പറഞ്ഞു ഓഫീസിൽ നിന്ന്. ഇത്രയും മോശപ്പെട്ട കടലക്കറി ഞാൻ കഴിച്ചിട്ടില്ല. മൊത്തം വെള്ളമായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല. അതുകൊണ്ട് ഞാനിപ്പം ഇവർ ഓർഡർ ചെയ്യുന്നിടത്ത് ഞാൻ പറഞ്ഞു എനിക്ക് കടലക്കറി വേണ്ട, എനിക്ക് എഗ് കറി മതിയെന്ന്. പക്ഷെ അടിപൊളി കടലക്കറി. എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കടലക്കറി കഴിച്ചിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഇങ്ങനെ ഞങ്ങൾക്ക് പിന്നെ എന്താണെന്ന് അറിയില്ല, ഞങ്ങൾക്കൊരു 4 എഗ്ഗും കൂടെ എക്സ്ട്രാ കിട്ടി. എങ്ങനെയാണോ സ്മൈലൊരു നാണക്കാരനാ. എവിടെമാരും ഇങ്ങനെ. അങ്ങനെ എല്ലാവരും ഭയങ്കര പാർട്ടിസിപ്പേറ്റ് ചെയ്തു എൻ്റെ വ്ളോഗിൽ. അങ്ങനെ അങ്ങനെ ഞാനീ പറഞ്ഞുകൊണ്ട് വന്ന് ഞങ്ങൾക്കുണ്ടല്ലോ എക്സ്ട്രാ 4 എഗ്ഗ് കൂടെ കിട്ടി. അതായത് എഗ് കറിയിൽ എഗ്ഗ് ഉണ്ടായിരുന്നു, അല്ലാണ്ട് ഞങ്ങൾക്ക് 4 എഗ്ഗും കൂടിയും കിട്ടി. ഓക്കെ, അങ്ങനെ ഞങ്ങൾ പിന്നെ യാത്ര ആരംഭിച്ച്. നല്ല സ്ഥലമായിരുന്നു കേട്ടോ. ഇത് കണ്ണൂർ, എനിക്ക് തോന്നുന്നു ഇത് കണ്ണൂരാണെന്ന് തോന്നുന്നു. നെക്സ്റ്റ് സ്റ്റേഷൻ കാസർഗോഡ്, ഇത് കണ്ണൂരാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഫോർട്ടിൻ്റെ സ്ഥലമാണെന്നൊക്കെ ഇങ്ങനെ പറയാം. ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ആയത് ഏതാ സ്ഥലമെന്ന് കറക്റ്റ് അറിയില്ല. അങ്ങനെ എന്തായാലും ഞങ്ങൾ യാത്ര തുടരുകയാണ്. പിന്നെ എനിക്ക് സ്ലീപ്പറല്ല AC ആയി എടുത്തുകൊണ്ടായിരിക്കും ഭയങ്കര സുഖമായിരുന്നു കേട്ടോ. വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ നമ്മളെ ഫൈനൽ ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ള കാസർഗോഡ് എത്തി. ഇവിടുന്ന് പിന്നെ അപ്പുറത്തോട്ട് നമുക്ക് നെക്സ്റ്റ് ആണല്ലോ, ഐ മീൻ നമ്മുടെ കർണാടക സ്റ്റാർട്ട് ചെയ്യുവാണല്ലോ. അങ്ങനെ കർണാടക സ്റ്റാർട്ട് ചെയ്തു. ഫൈനലി ഞങ്ങൾ ഫസ്റ്റ് സ്റ്റേഷൻ ഞാൻ കർണാടകയിൽ കണ്ടത് ഉള്ളലായിരുന്നു. അവിടെ നമുക്ക് കർണാടകയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, സോറി കർണാടകയിലല്ല കന്നഡയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. കുറച്ചുകൂടെ അങ്ങോട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ മലയാളം മിസ്സാവും. പിന്നെ ഇതായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. അതായത് വലിയ ബാക്ക് പാക്ക് ഞങ്ങൾ അവരുടെ കൂടെ തന്നെ വെച്ചിരുന്നു. പിന്നെ അല്ലാണ്ട് ഞങ്ങൾ നമ്മളെ മെയിൻ ബാഗ് എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകലായിരുന്നു ഈ 3 പ്രാവശ്യം. അങ്ങനെ ഞങ്ങളുടെ സീറ്റിൽ വന്ന് കുറച്ചു നേരം ഞങ്ങൾ കുറച്ചു നേരം അല്ല, എല്ലാവർക്കും ക്ഷീണമായിരുന്നു. അപ്പോൾ അവർക്കും കിടക്കണമല്ലോ, നമ്മൾ 2 പേരും കൂടെ അവിടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ നമ്മളെ സീറ്റിലോട്ട് ഇങ്ങോട്ട് വന്നു. സീറ്റിൽ വന്ന് എനിക്ക് ഉറങ്ങണമായിരുന്നു. ആദ്യം എനിക്ക് ഉറക്കം വന്നില്ല. ആദ്യം ഞാൻ കുറച്ചു നേരം ഇരുന്ന് ബുക്ക് വായിച്ചു. സുന്ദര ജീവിതം എന്ന് പറഞ്ഞിട്ട് ഈ ബുക്ക് ഞാൻ വായിച്ചു കഴിഞ്ഞു. അടിപൊളി ബുക്കാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അങ്ങ് ഭയങ്കര ഹൈപ്പല്ല, എന്നാലും
അത്യാവശ്യം നമുക്ക് വായിച്ചിരിക്കാം, ബോറടിക്കാതെ വായിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ബുക്കായിരുന്നു ഇത്. അങ്ങനെ ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞില്ല, കുറച്ചു നേരം ഞാൻ ബുക്കൊക്കെ വായിച്ചിട്ട് പിന്നെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി. പിന്നെ ഇത് ഏതോ ഒരു സ്റ്റേഷനിലെത്തി, മീൻസ് ഉള്ളിൽ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റേഷനിലെത്തിയപ്പോൾ നമ്മളുടെ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നു, എല്ലാവരും ഇന്ന ഒരു കോച്ചിലോട്ട് വരാമോ, നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി നടന്നതാണ് ഇത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ടണലിൽ കയറിയോ, ടണലിൽ കയറിയ ഒരു സംഭവം ഉണ്ടായ എന്താണെന്നറിയോ, ഞാൻ ടണലിൽ കയറിയപ്പോൾ മറ്റേ കറണ്ട് പോയതോ തോന്നുന്നു. ഞാൻ കറണ്ട് പോയോ, പിന്നെയാണ് എൻ്റെ അടുത്തിരിക്കുന്ന ആള് പറഞ്ഞത് ടണലിൽ കയറിയതാണെന്ന്. അങ്ങനെ ഞങ്ങൾ കർണാടകത്തിൽ കയറിയപ്പോൾ ഞങ്ങളിങ്ങനെ പറയായിരുന്നേ, ഞാൻ കുറേ നാളായി ഇങ്ങനെ എൻ്റെ സ്റ്റേറ്റ് ട്രാവൽ ചെയ്തിട്ട്, ഐ മീൻ 2 വർഷം 2 വർഷമായി. പിന്നെ ഞാൻ കൂടുതലും അമ്മയുടെ കൂടെ ഇങ്ങനെ തീർത്ഥാടനത്തിനാണ് കൂടുതലും പോകുന്നത്, കർണാടക ആയാലും എവിടെയായാലും. അപ്പം നമ്മൾ ബസ്സിലിരുന്ന് കൂടുതലും ഞാൻ ഉറങ്ങുക ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കിങ്ങനെ കാഴ്ചകളൊക്കെ കാണുന്നത് ഭയങ്കര റെയറാണ്. അതാണ് എനിക്കിപ്പോൾ റോഡ് ട്രിപ്സിനോടൊക്കെ ഇഷ്ടം. കാരണം നമ്മൾ സ്ഥലങ്ങൾ കാണണമെങ്കിൽ ഇങ്ങനെ നമ്മൾ കുറച്ച് നമ്മളുടെ വൈബായിട്ടുള്ള ആളുകളോടൊക്കെ ഇരിക്കണം. മറ്റേത് നമ്മൾ കുറച്ച് അമ്മമാരൊക്കെ ആകുമ്പോൾ അമ്മമാർ കുറേ കൂടെ ഉറങ്ങാൻ നോക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, നമ്മുടെ കേരളത്തെയും കാട്ടി നല്ല പച്ചപ്പാന്നേ കർണാടകയിൽ, കൃഷിയും. പിന്നെ വേറൊരു കാര്യമുണ്ട്, സ്ഥലം കൂടുതലാണ്. നമ്മൾ കേരളത്തെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തമിഴ്നാട് കേരളത്തിന് ഇരട്ടിയിൽ കൂടുതലുണ്ട്. അതുപോലെ തന്നെയാണ് കർണാടക, സ്ഥലം കുറച്ചുകൂടെ കൂടുതലുണ്ട്. അപ്പം കൃഷിയും കാര്യങ്ങളും ഒക്കെ എന്താ പറയുന്നത്, ഒരുപാടുണ്ട്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ട്രാവൽ ചെയ്ത് ഏകദേശം ഒരു 5 മണിയായപ്പം ഞങ്ങൾ ഗോവയിലെത്തി. ഗോവയിലെത്തിയപ്പോൾ ഞങ്ങൾക്കൊരു പറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ, ഫുഡ് ഓർഡർ ചെയ്യാൻ നോക്കി. 4 മണിക്ക് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യാൻ നോക്കി. 4:30ക്കാണ് അതെ 4 ആയപ്പോൾ തന്നെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യാൻ നോക്കി. നമ്മൾ ഗോവയിൽ കുറച്ച് നേരം അവർ ഇങ്ങനെ ട്രെയിൻ ഇട്ടേക്കും, 10 മിനിറ്റ് ഇട്ടേക്കും. അപ്പോൾ ആ നേരത്ത് ഞങ്ങൾക്ക് പോയി ഫുഡ് വാങ്ങിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് ഞങ്ങൾ ചെന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഒരിടത്ത് നെറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല, മറ്റൊരു ഭാഗത്ത് ഇവർ ഓർഡർ സ്വീകരിക്കുന്നില്ല. അതായത് 4:30 ആയപ്പോഴെങ്ങാണ്ട് ഞങ്ങൾക്ക് നെറ്റ് കിട്ടി. അപ്പോൾ അവർ പറഞ്ഞു 5 to 5:30 ഇടയ്ക്ക് നമുക്ക് എന്തായാലും വരുമല്ലോ, അപ്പോൾ ആ സമയത്തിനുള്ളിൽ അവർക്ക് ഡെലിവർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഗോവയിൽ ഒരു ചെറിയ പണി കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ ഡിന്നറും കഴിച്ചില്ല, ലഞ്ചും കഴിച്ചില്ല. ലഞ്ച് കഴിക്കാഞ്ഞതിന് കാരണം രാവിലത്തെ ആ ഫുഡ് നമ്മൾ ഭയങ്കര ഹെവി ആയിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഒരുപാട് കഴിച്ചു. അതുകൊണ്ട് വയറ് നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ സ്നാക്സ് ഒക്കെ കഴിച്ചുകൊണ്ടൊക്കെ അത് മിസ്സായിപ്പോയി. പക്ഷെ ഡിന്നർ ഞങ്ങൾക്ക് ഗോവയിൽ ഒരു അക്കിടി പറ്റിയോണ്ട് ഞങ്ങൾക്ക് ഡിന്നറും കഴിക്കാൻ പറ്റിയില്ല. എന്താണെന്നറിയില്ല, എനിക്ക് അപ്പം തൊട്ട് നല്ല തലവേദനയായിരുന്നു. പിന്നെ ഇത് ഒരു ബ്രിഡ്ജാണ്, ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടത്. ഗോവയൊക്കെ കഴിഞ്ഞ് ഒരു മണിക്കൂറും കൂടി, പ്രോപ്പർ പ്ലേസ് എനിക്കറിയില്ല, പക്ഷേ കണ്ട ബ്രിഡ്ജാണ് അടിപൊളി. നമ്മുടെ മുംബൈയിലെ സീലിംഗ് പോലെ തന്നെ അടിപൊളിയായിരുന്നു. ആക്ച്വലി അവിടുത്തെ നാട്ടിൽ കുറച്ചുകൂടെ ലൈറ്റ് ഇവിടെ ഉണ്ട് നൈറ്റിൽ. മുംബൈ സീലിംഗിലാണെങ്കിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അവിടെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഏകദേശം പിന്നെ അന്ന് കിടന്നുറങ്ങിയൊക്കെ ചെയ്തു കേട്ടോ രാത്രി, അതൊന്നും ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ സീറ്റിൽ വന്നിരുന്നില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഓട്ടം കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ 7 ആണ് ഇവിടെ, അതായത് നമ്മൾ ഇറങ്ങിയത് താനെയിലാണേ, താനെയിലെത്തിയത് 7 ആണ്. യൂഷ്വലി ഈ മൺസൂൺ സീസൺ ആയതുകൊണ്ട് അവർ മാക്സിമം ഡിലേ ആക്കുന്നതാണ്. അതല്ലെങ്കിൽ 4:30 അതായത് രാവിലെ 4-4:30 ആകുമ്പോൾ എത്തേണ്ട സ്ഥലമാണ്. മൺസൂണിൽ ഈ ട്രെയിന് പെയ്യേ പോകത്തുള്ളൂ. മഴയുണ്ടോ മഴയില്ല, അവർ മൺസൂൺ സ്റ്റാർട്ട് ചെയ്യുന്ന പറയുമ്പോൾ ജൂലൈയിലാണ്, ആ സമയത്ത് ട്രെയിൻ പെയ്യേ പോകത്തുള്ളൂ. അതുകൊണ്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതായത് ഇത്രയും ഡിലേ ആവും. ഇതാണ് മുംബൈയിലെ ലോക്കൽ ട്രെയിൻ. ഇത് കണ്ടപ്പോൾ എനിക്ക് പേടിക്കും. പിന്നെ എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ചു, അയ്യോ മുംബൈയിലെ ലോക്കൽ ട്രെയിനിൽ കയറാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷേ ടച്ച്വുഡ്
എനിക്ക് വലിയ പ്രശ്നം ഞങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ ലേഡി കമ്പാർട്ട്മെന്റിലാണ് കയറിയത്. എനിക്ക് ഹിന്ദി അറിയില്ല. ഞാൻ പക്ഷെ എന്തൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് അവരോട് ചോദിക്കാനായിട്ട് ചോദിച്ചു. അവർ ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു. ഈ ഇത്ര 3 സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞു തന്നത്. അതായത് നമ്മൾ ഇനി പോകുന്നത് താനേന്ന് നമ്മൾ പോകുന്നത് നേരലിലോട്ടാണ്. അപ്പൊ ഈ ഒരു ബോഗിൽ കൂടുതൽ ഞങ്ങള് ജേണി ക്രാഫ്റ്റിന്റെ ടീം തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും അടുപ്പിച്ചടുപ്പിച്ച് നിന്നു. ലഗേജ് ഒക്കെ ഞങ്ങൾ വെക്കാൻ ഹെൽപ്പ് ചെയ്തു. പിന്നെ അത്രയ്ക്ക് ലോക്കലായിട്ടുള്ള ഒരു കമ്പാർട്ട്മെന്റിലല്ല കേട്ടോ ഞങ്ങൾ കയറിയത്. ഞങ്ങൾ കയറിയ അടുത്ത് കുറേ പേര് ജോലിക്കൊക്കെ പോകുന്നുണ്ട്. അപ്പം ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനും ഇംഗ്ലീഷ് സംസാരിക്കാനും ഒക്കെ അവർക്ക് പറ്റി. അങ്ങനെ ഞങ്ങൾ നേരലിൽ വന്നിറങ്ങി. നേരലിൽ നിന്ന് ടോയ് ട്രെയിൻ ഉണ്ട് മത്തേരാനിലേക്ക് ഡയറക്റ്റ്. പക്ഷെ പ്രശ്നം പറ്റിയത് മത്തേരാനില് ഞാൻ പറഞ്ഞ പോലെ ജൂലൈയിൽ അവർക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യുമെന്ന് അറിയോ? മൺസൂൺ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് ഈ ടോയ് ട്രെയിൻ അവർ ക്യാൻസൽ ചെയ്തു. പ്ലസ് നമ്മൾ ഈ വരുന്ന ട്രെയിനിലും തന്നെ ഭയങ്കര സ്ലോ ആക്കി അവർ വരത്തുള്ളൂ. അത് ഞങ്ങൾക്കൊരു പ്രശ്നമായിരുന്നു. പിന്നെ ഇപ്പോൾ അവിടെ നിന്ന് നമ്മൾ അമാൻ ലോഡ്ജിലേക്ക് പോവാണ്. മൺസൂൺ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് നേരൽ ടു മത്തേരാൻ നമുക്ക് ടോയ് ട്രെയിൻ കിട്ടില്ല. സോ നമ്മൾ നേരൽ ടു അമാൻ ലോഡ്ജ് ഷെയർ ടാക്സി പോയിട്ട് അവിടെ നിന്ന് ടോയ് ട്രെയിൻ എടുക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ 6 people 600 അതാണ് ഇവരുടെ ഒരു ബഡ്ജറ്റ്. ഓക്കെ, നെക്സ്റ്റ് ടൈം. ഈ ഒരു സ്ഥലമുണ്ടല്ലോ, ഈ സ്ഥലത്ത് മൺസൂൺ ആവുന്ന സമയത്ത് നിറയെ വെള്ളമാണ്. അതായത് നമുക്കിവിടെ കാണാൻ പറ്റും ഒരുപാട് വാട്ടർഫാൾ ചെയ്യുന്ന ഏരിയാസ് കാണാൻ പറ്റും. പക്ഷെ ഇപ്പം ഡ്രൈ ആയതുകൊണ്ടാണ് നമുക്ക് വെള്ളമേ ഉണ്ടായിരുന്നില്ല. നല്ല ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്. അതായത് നമ്മൾ വ്യൂ പോയിന്റ്സിൽ പോകുമ്പോഴും അവിടെയുണ്ട് ഇതുപോലെ കുറേ സ്ഥലങ്ങൾ ഡ്രൈ ആയിട്ട് കിടക്കുന്ന, വാട്ടർഫാൾസ് ഒന്നും ഇല്ലാത്തത് ഈ സമ്മർ ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ ആള് പറഞ്ഞ പോലെ തന്നെ ഞങ്ങള് ഷെയർ ടാക്സിയിലാണ് നമ്മള് നേരിൽ നിന്ന് മത്തൈരാനിലേക്കുള്ള വന്നത്. അതായത് നമുക്ക് ടോയ് ട്രെയിൻ ഉണ്ട്. പക്ഷെ ടോയ് ട്രെയിൻ ഈ മൺസൂൺ ടൈം ആയതുകൊണ്ട് അവർ ക്യാൻസൽ ചെയ്യാണ് കേട്ടോ ചെയ്തത്. ക്യാൻസൽ ഇൻ ദ സെൻസ് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ അവർ ക്യാൻസൽ ചെയ്യുന്നതല്ല. ഈ ഒരു ടൈമിൽ മൺസൂൺ ടൈമിൽ അവർ ഫോളോ ചെയ്യുന്ന കുറച്ച് റൂൾസിൽ ഒരു റൂളാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാ പ്രാവശ്യം ഞാൻ കണ്ട വീഡിയോസിലെല്ലാം അവരിത് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഷെയർ ടാക്സിയിൽ വരേണ്ടി വന്നു. ഏകദേശം 600 റുപ്പീസാണ് ഞങ്ങൾക്ക് ആയത്. പിന്നെ എനിക്ക് തോന്നിയത്, എനിക്ക് ഹിന്ദി ഒട്ടും അറിയില്ലായിരുന്നു കേട്ടോ. അപ്പം അത് എനിക്കൊരു പ്രശ്നമായിരുന്നു. അത്യാവശ്യം നമുക്ക് കേട്ടാലെങ്കിലും മനസ്സിലാവുന്ന രീതിക്ക് നമ്മൾ ഹിന്ദി അറിഞ്ഞിരിക്കണം. അത് മാൻഡേറ്ററി ആണെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. അതെനിക്കറിയില്ല, പക്ഷെ എനിക്ക് പേഴ്സണലി അത് എപ്പോഴും നല്ലതാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഹിന്ദിയിൽ അറിഞ്ഞിരിക്കണം. അങ്ങനെ ഞങ്ങൾ ഈ ഷെയർ ടാക്സിയിൽ മുകളിലോട്ട് പോവുകയാണ്. അവിടെ നിന്നുള്ള വ്യൂസ് ഒക്കെ അടിപൊളിയാണ്. ഞാൻ നടുക്കാണ് കേട്ടോ വരുന്നത്, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് വ്യൂ ഒന്നും കിട്ടിയില്ല. പക്ഷെ അടിപൊളി വ്യൂ ആണ്. അപ്പോൾ താഴോട്ട് നോക്കുമ്പോൾ പിന്നെ നമ്മൾ ഈ വയനാട്ടിൽ ചുരം കയറിയില്ല, അതുപോലെയാണ്. നമ്മൾ വിചാരിക്കും ഇപ്പം തീരും, പക്ഷെ തീരൂല, കുറച്ചധികം സമയം എടുക്കും. പിന്നെ ഞാനിവിടെ ബൈക്കിലൊക്കെ ആളുകൾ വരുന്ന കണ്ടു. പക്ഷെ എനിക്കറിയില്ല എത്രത്തോളം കോൺഫിഡൻസ് വേണമെന്ന് ബൈക്കിലൊക്കെ വരാൻ. കാരണം ഭയങ്കര കേർവാണ്. എനിക്ക് വയനാട്ടിനെക്കാട്ടിൽ കുറച്ചുകൂടെ എനിക്ക് ഒരു കേർവ് തോന്നി. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 30 to 40 ഓക്കെ, ഇത്രയും സമയം നമ്മൾ എടുക്കും അമാൻ ലോഡ്ജിലോട്ട് ചെല്ലാനായിട്ട്.
അപ്പം ഷെയർ ടാക്സി മാത്രമേ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് തോന്നുന്നു. ടോയ് ട്രെയിൻ ഇല്ല എങ്കിൽ ഷെയർ ടാക്സി മാത്രമേ ഉള്ളൂ ഓപ്ഷൻ. പിന്നെ അവരുടെ എല്ലാ വണ്ടികളുടെയും ഫ്രണ്ടിലുണ്ടല്ലോ ഇങ്ങനെ ഒരു ഗണപതി വെച്ചിട്ടുണ്ടാവും. എല്ലാ വണ്ടിയിലും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. ണ്ടല്ലോ ഇങ്ങനെ ഒരു ക്ലോത്ത് ഇട്ടിട്ടുണ്ട്. ക്ലോത്ത് ഇട്ടിട്ട് അവർ അതിനകത്ത് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചിലതിനകത്തൊക്കെ ഞാൻ കണ്ടു മറ്റേ ഡാർക്ക് ഫാന്റസി എന്ന് പറഞ്ഞൊരു കുതിര ഭയങ്കര ബ്ലാക്കാണ്. ഭയങ്കര ഇവിടെ അല്ല, ഞാനത് വരുന്ന വഴിക്ക് എപ്പോഴോ കണ്ടിട്ട് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സിൽക്കി ബ്ലാക്ക് ആയിട്ടില്ല. ചിലതിന് ലക്കി, അങ്ങനെ കുറേ പേരുകൾ കണ്ടു. പിന്നെ കുതിരകൾ മാത്രമല്ല, മറ്റേ കോവർ കഴുത അത് ഒക്കെ ഉണ്ടായിരുന്നു. ഈ നടക്കുന്ന സ്ഥലമൊക്കെ നമ്മൾ സൂക്ഷിച്ച് നടക്കണം കേട്ടോ, കാരണം ചാണകമായിരിക്കും, ഫുൾ എല്ലായിടത്തും ചാണകമായിരിക്കും. പിന്നെ വേറൊരു കേസ് എനിക്കിവിടെ തോന്നിയത് ട്രോളി കൊണ്ടുപോകാതിരിക്കുന്നതായിരിക്കും നല്ല, കാരണം ഫുള്ള് ചാണകമാണ്. നമ്മളിങ്ങനെ കയ്യിൽ അത് തൂക്കി പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോകും, അല്ലാതെ അത് ഉരച്ചോണ്ട് പോകുന്ന കുഴപ്പമില്ല, വീലിലും ചാണകം പറ്റിയ കുഴപ്പമില്ല എന്ന് ആണെങ്കിൽ ഓക്കെയാണ്. അല്ല എങ്കിൽ ട്രോളി കൊണ്ടുപോകുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഞങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞു ട്രോളി കൊണ്ടുപോകേണ്ട, ബാക്ക് പാക്ക് മാത്രം കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞാൽ ട്രോളി കൊണ്ടുവരുന്ന കുറേ പേരെ ഞാൻ കണ്ടിട്ടുമുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ ആണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾ കുറച്ച് എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഫുഡ് വല്ലതും കഴിക്കാൻ ഉള്ള സ്ഥലങ്ങളുണ്ട്. ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായിട്ടൊന്നുമില്ല. ഈ ഒരു ആക്കിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു കുഞ്ഞൊരു കടയുണ്ട്. അവിടെ നമുക്ക് മാഗി, സാൻഡ്വിച്ച്, പിന്നെന്താണ് ദഹിപൂരി അല്ലല്ലോ, എന്തൊക്കെയുണ്ട് കേട്ടോ അവിടെ. ഞാൻ ഒന്നും കഴിച്ചില്ല, മാഗി കഴിക്കുന്ന കണ്ടു ഞാൻ. പിന്നെ അങ്ങനെ നമുക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ നമുക്ക് കഴിക്കാം കേട്ടോ. പിന്നെ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ കഴിക്കാനായിട്ട് എന്തെങ്കിലും നോക്കി നടക്കുന്നവരാണെങ്കിൽ നമുക്ക് അവിടെ ഈ പേരയ്ക്ക, മാങ്ങയൊക്കെ ഉണ്ട്, അതൊക്കെ ഉപ്പിലിട്ട് കിടപ്പുണ്ട്. അപ്പം നമുക്കത് വേണമെങ്കിൽ അത് കഴിക്കാം. എനിക്ക് ആക്ച്വലി പ്രഷറൊക്കെ കുറയുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ആ ഒരു പേരയ്ക്ക ഉപ്പും മുളകും ഇട്ട് കിട്ടിയതുണ്ടല്ലോ, ഭയങ്കര ഹാപ്പി. എനിക്ക് അല്ലെങ്കിൽ പ്രഷർ കുറഞ്ഞ് എനിക്ക് തലവേദന എനിക്ക് സ്ഥിരം അതാണ്. പക്ഷെ എനിക്ക് അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴും ഒക്കെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഈ ഒരു പേരയ്ക്ക് ഉപ്പും മുളകുമാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ കുതിരകൾ ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ കൊണ്ടുപോകുന്നതാണ്. കുതിരയല്ല, ഇത് മറ്റേ കോവർ കഴുതയാണെന്നാണ് അവിടെ പറഞ്ഞത്. എനിക്ക് കറക്റ്റ് എന്താണെന്ന് അറിയില്ല.
അങ്ങനെ നമുക്ക് ഇതൊക്കെ കാണാം. കുറച്ച് നേരം നമുക്ക് ഈ 1 മണിക്കൂർ ഇവിടെ ഇരിക്കുന്നെങ്കിൽ നമുക്ക് ബോറൊന്നും അടിക്കത്തില്ല. കാരണം കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് പോവാനായിട്ട് പറ്റും. അങ്ങനെ ഞങ്ങൾ കുറേ നേരം കാഴ്ചകളൊക്കെ കണ്ട്. അതുപോലെ തന്നെ ഈ സിലിണ്ടറൊക്കെ കൊണ്ടുവന്ന് അങ്ങോട്ട് വണ്ടികൾ പോകത്തില്ല. ഏതോ ഇലക്ട്രിക് ഓട്ടോകളെ പോകത്തുള്ളൂ. അതും ഭയങ്കര കുറവാണ്. പിന്നെ കുറേ ആളുകൾ ഈ ഇതിൻ്റെ കുതിരയുടെ മുകളിലൊക്കെ കയറിയിരുന്ന് പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ കുറച്ച് നേരം, അതായത് ഏകദേശം ഒരു 1.5 മണി, 10:30 തൊട്ട് 12 മണി വരെ നമ്മളവിടെ വെയിറ്റ് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുക്കാൻ നേരത്ത് ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് അറിയാവോ? ടിക്കറ്റ് എടുക്കാൻ നേരത്ത് നമ്മളുടെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ കുറേ പേര് നിൽപ്പുണ്ടായിരിക്കും കേട്ടോ. അപ്പം നമ്മളിപ്പം 90 പേരുണ്ടെങ്കിൽ അതിൽ പകുതി പേരും, അതായത് ഒരാൾക്ക് 2 ടിക്കറ്റ് വെച്ചിട്ടാണ് എടുക്കാൻ പറ്റുന്നത്. അപ്പം നമ്മൾ കുറച്ച് പേര് അവിടെ നിന്നപ്പോൾ അവരെല്ലാം ഭയങ്കര ബഹളമായി. എന്താണ് അപ്പം നമ്മളിവിടെ നിൽക്കുന്നവരെന്താ, ഇവർ വന്ന് ഇത്രയും ബൾക്കായിട്ട് ടിക്കറ്റ് എടുത്താൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും, അങ്ങനെ കുറച്ച് പ്രശ്നമായി. ബട്ട് ഓക്കെ, നമുക്ക് എല്ലാവർക്കും ടിക്കറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇതാണ് നമ്മൾ അമാൻ ലോഡ്ജ് എന്ന് പറഞ്ഞ ഒരു സ്പോട്ട് എന്ന് പറയുന്ന പ്രോപ്പർ സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഇത്. അതായത് നമ്മൾ ട്രെയിൻ വന്ന് നിൽക്കുന്ന സ്റ്റേഷനാണ് ഈ അമാൻ ലോഡ്ജ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഇവിടെയും ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. ഒരു 10, 15, 20 മിനിറ്റോളം നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ മറ്റേ കിലുക്കത്തിലെ പോലുള്ള ഒരു ഒരു ടോയ് ട്രെയിൻ ഇങ്ങനെ കുലുങ്ങി പെയ്യെ വരും. എല്ലാവരും ട്രാക്കിലായിരുന്നു. എല്ലാവരും ട്രാക്കിരുന്ന് അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്തത് D1 എന്ന് പറഞ്ഞ കമ്പാർട്ട്മെൻറ്റിൽ. നമ്മൾ ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് മറ്റേ ഫസ്റ്റ് ക്ലാസ് പോലെയാണ്. അതിൽ ഏറ്റവും മെയിൻ നല്ല രസമാണ് അത് കാണാനായിട്ട്. പിന്നെ നമുക്ക് സാധാ കമ്പാർട്ട്മെൻറ്റ് പോലെ ഒരു കമ്പാർട്ട്മെൻ്റ് ഒക്കെയാണ് കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ ടോയ് ട്രെയിൻ പെയ്യെ വരുന്നുണ്ടായിരുന്നു. ഫ്രണ്ടിൽ തന്നെ ആളുകൾ നിന്നിട്ട് കുറേ നേരം നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നേ. ബനാന ചിപ്സ് ഇവിടെ കിട്ടുമെന്നറിയില്ല. എവിടെ നോക്കിയാലും കിട്ടും. അതുകൊണ്ട് തന്നെ പറഞ്ഞ ഇഷ്ടത്തിന് മേടിച്ചിട്ട് വരാം. ട്രിവാൻഡ്രത്ത് പറയുകയാണെങ്കിൽ ശാസ്ത്ര ചിപ്സ്, മഹാ ചിപ്സ്, കുറേ കടകളുണ്ട്. കോഴിക്കോടാണെങ്കിലോ കുമാരി ചിപ്സ്. പിന്നെ അവിടെ ഇവിടെയൊക്കെ പുതിയതായിട്ട് ഇറങ്ങി വന്ന കുറേ ചിപ്സുകളുണ്ട്. ഹോട്ട് ചിപ്സ് അത് ഇതൊക്കെ ആയിട്ട്. കുമളി പോവുകയാണെങ്കിൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് അവിടെ ഇറങ്ങുമല്ലോ. കുറേ വേറെ ലെവൽ സാധനം, പക്ഷെ ഭയങ്കര കലറിയാണ്. ഡോർ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ പിന്നെയും ചിപ്സ്. ഓക്കെ, ബാക്കി പറയാം. അങ്ങനെ ഞങ്ങൾ ഉന്തിത്തള്ളി എന്തായാലും ടോയ് ട്രെയിനിൽ കയറിയപ്പോൾ ഒരു സംഭവം ഉണ്ടായി. എന്താണെന്നറിയാം, ഞങ്ങളുടെ ഒരു കൂടെ വന്നൊരു പയ്യൻ്റെ ബാഗ് അവനോട് വെച്ചിട്ട് ടോയ് ട്രെയിനിൽ കയറിയിരിക്കാം. ട്രെയിനിൽ കയറിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ബാഗ് അവിടെ ഇരിക്കും. അപ്പം ഞാനിങ്ങനെ ചോദിക്കുന്നത് ആരുടെ ബാഗാ. ട്രെയിൻ എടുക്കാൻ നേരത്ത് അവൻ എന്തോ ഭാഗ്യം മനസ്സിലായിട്ട് അവൻ ഓടിപ്പോയി ആ ബാഗൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ട്രെയിനിൽ ഈ ട്രാക്കിലൂടെ ഇങ്ങനെ വരുമ്പോൾ കുറേ പേരിങ്ങനെ നടന്നു വരുന്നേ കാണാൻ കേട്ടോ. ഈ ലഗേജൊക്കെ തൂക്കി നടന്നു വരുന്നതൊക്കെ കാണാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു പോകുന്ന കുറേ പേരുണ്ട്. നമ്മൾ പിന്നെ ടോയ് ട്രെയിൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചാണ്. പിന്നെ ഇതിനകത്ത് സ്പേസ് ഇല്ല, നമുക്കങ്ങനെ വിശാലമായിട്ട് ഇരിക്കാനുള്ള സ്ഥലമൊന്നുമില്ല. അത്യാവശ്യം കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. ഏകദേശം ഒരു ഞാൻ പറഞ്ഞ 30 മിനിറ്റ്സ് ഒക്കെ നമ്മൾ ഇതിനകത്ത് സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ നമ്മൾ നല്ല വ്യൂ ആണ് ആക്ച്വലി, നല്ല രസമാണ് ഈ വളയുമ്പോഴൊക്കെ കാണാനൊക്കെ. അതിനിടയ്ക്ക്
ഓക്കെ. അങ്ങനെ ഞങ്ങള് ഫൈനലി നമ്മള് മതേരാൻ എന്ന് പറഞ്ഞ പ്രോപ്പർ പ്ലേസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എംജി റോഡ് എന്നാണ് കേട്ടോ ഈ ഒരു ജംഗ്ഷന്റെ പേര്. അപ്പൊ അവിടെയാണ് നമ്മള് ട്രെയിൻ ഇറങ്ങേണ്ടത്. പിന്നെ ഈ വരുന്ന വഴിക്ക് നമ്മൾ കണ്ട കാഴ്ചകളിലൊക്കെ മൺസൂൺ ആയിരുന്നെങ്കിൽ നമുക്ക് മഴ കിട്ടിയേനെ. ഇവിടെ ഇപ്പൊ നമുക്ക് മഴയില്ല. ബട്ട് ഫൈൻ, ഓക്കെയാണ്. നമ്മള് ചൂടുണ്ടായിരുന്നു കേട്ടോ, നല്ല ചൂടുണ്ട്. നമ്മൾ പോകുന്നവരാണെങ്കിൽ സൺസ്ക്രീന്, സൺഗ്ലാസ്, തൊപ്പി അതൊരിക്കലും മറക്കരുത്. ഞാൻ ഒരുപാട് ടാൻ ആയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ സൺസ്ക്രീൻ ഒക്കെ വാരിങ്ങ് പൊത്തി. പിന്നെ തൊപ്പിയും കണ്ണാടിയൊക്കെ ഞാൻ എപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് അവർ പറഞ്ഞത് 200 മീറ്റർ നടക്കണമെന്നാണ്. പക്ഷെ നമ്മളൊരു 700 മീറ്റർ നടന്നു. 700 മീറ്റർ നടക്കുമ്പോഴാണ് നമ്മളുടെ ഹോട്ടലിൽ എത്തുന്നത്. ഈ പോകുന്ന വഴിക്കാണെങ്കിൽ നിറയെ എന്താ ഈ ഷോപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ മീൻസ് നമ്മളിങ്ങനെ ഇരുത്തി ആളുകൾ ഇങ്ങനെ കൊണ്ടുപോകുമല്ലോ, അങ്ങനെയുള്ള കുറേ വണ്ടികളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ വയ്യാത്തവരൊക്കെ ആണെങ്കിൽ ആ ഒരു വണ്ടിയിൽ കയറി അവര് ആളുകൾ പുള്ളി ചെയ്തോളും. അങ്ങനെയുള്ള വണ്ടികളൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 700 മീറ്റർ നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ റിസോർട്ടിൽ, ഞങ്ങളുടെ ഹോട്ടലെത്തി. ഞങ്ങളുടെ ഹോട്ടലിന്റെ പേര് റോയൽ ഹോട്ടൽ എന്നായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ. ആക്ച്വലി ഇവിടെ കുറെ ഗുജറാത്തീസ് ആണ് ഇവർ നടത്തുന്നത്. അപ്പൊ നമുക്ക് നോൺ വെജ് ഇവിടെ അത്രയ്ക്ക് അവൈലബിൾ അല്ല. അപ്പൊ നമുക്ക് വെജ് ആണ് കൂടുതലും. ഇത് നമ്മൾ കണ്ടതിനകത്ത് കണ്ടായിരുന്നു ഒരു കുതിരയുടെ വായിൽ ഒരു മാസ്ക് പോലെ വെച്ചേക്കുന്നത്. മാസ്ക് അല്ല, അവരെ തീറ്റി ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഞങ്ങളുടെ ഹോട്ടലിലെത്തി ചെക്ക് ഒക്കെ ചെയ്തു. അങ്ങനെ എനിക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണാണ് വരുന്നത്. അങ്ങനെ ഞാൻ കൈ കഴുകിയിട്ട് നേരെ പോയി ലഞ്ച് കഴിച്ചു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ എക്സാഗ്രേറ്റ് ചെയ്ത് പറയല്ലോ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നമുക്ക് നോൺ വെജ് ഇല്ലെങ്കിൽ കൂടി എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നറിയാം വെജ്. മറ്റേ റൈസും അതുപോലെ മറ്റേ കിഡ്നി ബീൻസിന്റെ കറിയും അതിനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ആ ഒരു വൈറ്റിൽ കണ്ടത് ഇവരെ ഒരു സ്വീറ്റനിങ് പോലൊരു സംഭവമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ്, എല്ലാത്തിനും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ റൂമിൽ വന്ന് നമ്മൾ ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് ഞങ്ങൾ ട്രക്കിങ്ങിന് പോകാൻ തുടങ്ങി. നമുക്കിനി ട്രക്കിങ്ങിന് പോയിട്ട് വരാം. വേറെ ഒന്നും എടുക്കണ്ടാകാം. അങ്ങനെ നേരെ ഞങ്ങൾ ട്രക്കിങ്ങിന് ഇറങ്ങിയാണ്. അപ്പം ഈ ട്രക്കിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കട്ടോ. അല്ലെങ്കിൽ ഈ വീഡിയോ അങ്ങ് ഭയങ്കര വലുതായിപ്പം. ഇവിടെ മറ്റേ കുരങ്ങന്മാരുടെ കുസൃതികൾ നടക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നോക്കിക്കൊണ്ടിരുന്നു. നമ്മൾ വന്നിട്ട് റെസ്റ്റ് ഒന്നും എടുത്തില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഡ്രസ്സ് ജസ്റ്റ് മാറിയിട്ട് പെട്ടെന്ന് തന്നെ ട്രക്കിങ്ങിന് പോയി. അപ്പം ട്രക്കിങ്ങിന് പോയതും നെക്സ്റ്റ് ഡേയിലെ കാര്യങ്ങളും ഒക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്യാം. ഇത് ഓൾറെഡി ഒരു 30 മിനിറ്റ്സ് അടുപ്പിച്ച് വീഡിയോ കാണാം. അതിൻ്റെ കൂടെ ഞാൻ ഇനി കുറച്ചുകൂടി ഇട്ടാൽ ചിലപ്പം ബോറാവും. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.